ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ 15 വർഷത്തെ ആ ഒരു വാലിഡിറ്റി നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനി റിന്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിന്യൂ ചെയ്യുന്ന മുമ്പ് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് മൊത്തം കണ്ടീഷൻ ആക്കി എടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു വണ്ടി നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഫീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വണ്ടി മൊത്തത്തിൽ നമുക്ക് കണ്ടീഷൻ ആക്കണം. അതിന് നമുക്ക് മെക്കാനിക്കൽ പരമായിട്ടും പിന്നെ നമ്മൾ അല്ലാതെ എന്തെങ്കിലും ഡെൻറ്റോ റെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഫുള്ള് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് മെക്കാനിക്കൽ പരമായിട്ട് അധികം പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മെക്കാനിക്കൽ പരമായിട്ട് അധികം പൈസ പൊട്ടില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇതുപോലെ നമ്മൾ ഈ ഒരു വണ്ടി റിന്യൂ ചെയ്തെടുക്കേണ്ടതായതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ വേറെ മെക്കാനിക്കൽ പരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് ഫുള്ള് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിലെ പ്രശ്നം പറയുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിൻ്റെ സമയത്ത് ഇതൊന്നും നമ്മുടെ RT ഓഫീസറൊന്നും അനുവദിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇതേപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ സ്ക്രാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വണ്ടി റിജക്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി മെക്കാനിക്കിന് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ മൊത്തത്തിൽ വണ്ടി ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും കാറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ 15 വർഷത്തെ ആ ഒരു വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ പോകുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നല്ലപോലെ പിഴിഞ്ഞിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ഒരു വണ്ടി നമ്മൾ ആദ്യമായിട്ട് റിന്യൂ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞ് പഠിച്ചിരിക്കണം. ഞാൻ ഈ ഒരു വണ്ടിയാണെങ്കിൽ നല്ലപോലെ ഫുൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ നമ്മൾ പേപ്പർ വർക്ക് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിന്യൂ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ആരെങ്കിലും ഫസ്റ്റ് ടൈം ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് വെക്കുക. എന്തായാലും നമ്മൾ നമ്മുടെ വണ്ടി മെക്കാനിക്കിന് കൊടുക്കാൻ നേരം നമ്മൾ ഈ വണ്ടിയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കിന് ഇത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇതേപോലെ നമ്മൾ വണ്ടി ഇതേപോലെ റീടെസ്റ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഏജൻറ്റിനെ വെച്ചിട്ട് കൊടുക്കണോ അതോ നമ്മൾ തന്നെ ചെയ്യണോ എന്നുള്ളൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ആണൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷനായി പോയത്. കുറേ പേര് പറയുന്നത് നമ്മൾ ഇതുപോലെ ഏജൻറ്റിനെ വെക്കുവാണെങ്കിൽ കുറച്ച് പൈസ പൊട്ടും. പിന്നെ അല്ലാതെ കുറേ പേര് പറയുന്നത് നമ്മൾ ഏജൻറ്റിനെ വെക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇതേപോലെ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ പാസ്സായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ആദ്യം നമ്മൾ എടുത്ത തീരുമാനം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മളൊന്ന് ആലോചിച്ചു, വെറുതെ റിസ്ക് എടുക്കണ്ട, എന്തായാലും നമ്മളൊരാളെ ഏൽപ്പിക്കാമെന്ന് വെച്ച് നമ്മൾ RT ഓഫീസിൽ തന്നെ പോയി നമുക്ക് ആളെ കണ്ടുപിടിച്ചു. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇതേപോലെ RT ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏജൻറ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും നമ്മളൊരാളെ ഏർപ്പാടാക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ വണ്ടി നമ്മൾ മെക്കാനിക്കൽ പരമായിട്ട് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ആ ഒരു സ്ക്രാച്ചും ആ ഒരു ചെറിയൊരു പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്ത് അതൊക്കെ നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി ടെസ്റ്റ് പാസ്സാവുന്ന രീതിയിൽ നമുക്ക് മൊത്തം മെക്കാനിക്കൽ പരമായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിട്ട് ഇപ്പോൾ വണ്ടി എടുക്കാൻ വന്നേക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിന് കൊടുക്കണം. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു ലുക്ക് കാണാം. അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ വണ്ടി ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു പെയിൻറ്റ് പോയ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഫുള്ള് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി നമ്മൾ സ്റ്റോക്ക് പോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ആ ഒരു നമ്പർ പ്ലേറ്റ് വരെ അവർ മാറിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ മാറിയേക്കുന്നത് ബാക്കും ഫ്രണ്ടും. വണ്ടിയിലൊക്കെ അധികം എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ടെസ്റ്റിന് പോകാൻ വേണ്ടി. ഇതിൽ നമ്മളങ്ങനെ അധികം എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ആകെപ്പാടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. അതകത്താണെങ്കിൽ നമ്മൾ ആ ഒരു സീറ്റിൻ്റെ അടിയിൽ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പിരിവിരാന്നിരുന്ന ആ ഒരു പോർഷനൊക്കെ ഇപ്പോൾ നല്ലപോലെ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അതേപോലെയാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നല്ലപോലെ തന്നെ ആ ഒരു ഭാഗമൊക്കെ ആ ഒരു പൊട്ടിയ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി ടെസ്റ്റ് കഴിയുന്നിടം വരെ നമ്മൾ ഈ ഒരു വണ്ടി നല്ല രീതിയിൽ തന്നെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ സൂക്ഷിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിയാറുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഒരു പാർട്ട് 2 വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ ടെസ്റ്റിൻ്റെ ദിവസം കാണാം.